എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വന്നിരുന്നത് ലോസ് ഓഫ് മോഷനിലെ കാര്യങ്ങളായിരുന്നു. അതിനകത്ത് കുറച്ച് കാര്യം വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളത് പഠിച്ച് നോട്ടൊക്കെ ക്ലിയർ ആക്കി പ്രോബ്ലമൊക്കെ ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാകാത്തതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ്. ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നത് മോഡ്യൂൾ 1-ലെ, അതായത് നമ്മൾ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ചാപ്റ്റർ 6 വർക്ക്, എനർജി ആൻഡ് പവർ. നമ്മൾ 9th പോർഷൻ്റെ ഒരു ബാക്കിയാണ്. വളരെ സിമ്പിളായിട്ട് പഠിച്ചു പോകാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ്, വാട്ട് ഈസ് വർക്ക്? നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫിസിക്കലായിട്ടും ശാരീരികമായിട്ടും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലാതെ പഠിക്കുമ്പോൾ മാനസികമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ സയൻസിനകത്ത് നമ്മൾ വർക്ക് അതിനെ ഒരു ചെറിയ ഒരു വാലോട് കൂടി പറയണം, വർക്ക് ഡൺ. എന്താണ് വർക്ക് ഡൺ? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജിക്ക് അനുസരിച്ചുള്ള ജോലി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? എന്തുമാത്രം എനർജി ഉണ്ടോ ആ എനർജിക്ക് തുല്യമായിട്ടുള്ള ജോലി അഥവാ വർക്കേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എനർജിക്ക് തുല്യമാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. വർക്ക് ഡൺ, ഏത് വർക്ക് ഡൺ പറഞ്ഞാൽ അല്ലെങ്കിൽ ഏത് എനർജി പറഞ്ഞാലും അതെല്ലാം ആ വർക്ക് ഡണ്ണിന് തുല്യമാണ്. അല്ല, വർക്ക് ഡൺ എന്ന് പറയുന്നത് എനർജിക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് വർക്ക്? വാട്ട് ഈസ് വർക്ക് ഡൺ? വർക്ക് ഡൺ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോഴ്സ് വേണം. when we apply force on particular object, ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തു, ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അവിടെ വർക്ക് ഡൺ നടന്നു, വർക്ക് നടന്നു എന്നാണ്. മൂവ് ചെയ്യുന്നില്ലെങ്കിൽ വർക്ക് ഡൺ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് ഡണിന്റെ ഒരു ഡെഫിനിഷനിലേക്ക് പോകാം. വാട്ട് ഈസ് വർക്ക് ഡൺ? ഹിയർ ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് കമ്പോണന്റ് in the direction of displacement and the displacement of this object. ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ആ വർക്ക് ഡൺ കണ്ടെത്താൻ വേണ്ടി, അല്ലെങ്കിൽ ആ നമ്മളെ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞുള്ള വർക്ക് ഡൺ കണ്ടെത്താൻ വേണ്ടി എന്തൊക്കെ വേണം? പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് കമ്പോണന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിൽ കൂടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനുള്ള ഫോഴ്സ് കമ്പോണന്റും ഇനി എന്തുമാത്രം ദൂരം ഡിസ്പ്ലേസ് ചെയ്തു എന്നുള്ള ആ ഡിസ്പ്ലേസ്മെന്റിന്റെയും കൂടെ പ്രൊഡക്റ്റ് എടുക്കുക. നമ്മൾ പെട്ടെന്ന് പറയാറുണ്ട് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലെങ്കിൽ ആദ്യം ഇങ്ങനെ ഒന്ന് പഠിച്ചു വെക്കുക. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനി അതല്ല, നമുക്ക് എപ്പോഴും വർക്ക് ഡൺ എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ നോക്കുക, ഇതൊരു ബ്ലോക്കാണ്. ഈ ബ്ലോക്കിൽ ഞാനൊരു ഫോഴ്സ് കൊടുത്തു. ഫോഴ്സ് കൊടുത്തപ്പോൾ ഈ ബ്ലോക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്തു. അങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് വർക്ക് ഡൺ നടന്നു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് ഡൺ കണ്ടെത്താൻ വേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സും, രണ്ട് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റും. അപ്പൊ അത് രണ്ടിന്റെയും കൂടെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായി? വർക്ക് ഡൺ ആയി. Therefore work done W is equal to force into displacement. അവിടെ ഓക്കെ ആയി, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നും സാറേ ഇവിടെ എവിടെയാണ് ഫോഴ്സ് കമ്പോണന്റ് എന്നൊക്കെ പറഞ്ഞൊരു കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ടേക്കാണ് പറഞ്ഞു വരുന്നത്. എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും എപ്പോഴും പാരലൽ ആവണമെന്നില്ല. എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ, ഇതിപ്പോ നോക്കിയേ, ഇതൊരു ഡസ്റ്ററാണ്. ഈ ഡസ്റ്റർ ഞാൻ മൂവ് ചെയ്യിക്കാൻ വേണ്ടി ഇതിൻ്റെ എപ്പോഴും ഈ ഒരു സർഫസിന് എപ്പോഴും ഇങ്ങനെ തന്നെ ഫോഴ്സ് കൊടുത്താൽ തന്നെ ഇത് മൂവ് ചെയ്യണമെന്നില്ല. ഇങ്ങനെ കൊടുത്താലും ഇത് മൂവ് ചെയ്യും, അല്ലേ? അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മൾ ചെറുപ്പത്തിൽ ഈ വണ്ടി ഉണ്ടാക്കി കളിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ ഈ വണ്ടി ഉണ്ടാക്കി കളിക്കുമ്പോൾ നമ്മൾ ആ വണ്ടിയെ പിടിച്ച്, വണ്ടിയിൽ ഒരു ഇത് നമ്മുടെ ഒരു കാറാന്ന് വിചാരിച്ചു, നമ്മൾ ഇതിലെ ഒരു ടോയിൻ കെട്ടിയിട്ട് വലിക്കുന്നതായി ഇങ്ങനെയാ, മുകളിലേക്കാണ്, അല്ലേ? പക്ഷെ കാറ് ഉരുളുന്നത് ഇതാ ഇങ്ങനെയാണ്. അപ്പൊ നോക്കി, നമ്മൾ കൊടുത്ത ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങനെയും ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സിന്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനും ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് അവിടെ നടക്കുന്നത്. എപ്പോഴും ഇങ്ങനെ നമുക്ക് ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും പാരലൽ ആയിട്ട് തന്നെ വരണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമ്മള് ഫോഴ്സ് കൊടുക്കുന്നത് നോക്കി, ഈ ഫോഴ്സിന്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനും ഒരു പർട്ടിക്കുലർ ആംഗിളിലാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാൻ പറ്റത്തില്ല. ഏതാണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ഡയറക്റ്റ് എഴുതാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ അതിലൊരു കമ്പോണന്റ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത് വർക്ക് ഡൺ ഈ ഫോഴ്സ് ആക്ടിങ് പർട്ടിക്കുലർ ആംഗിൾ തീറ്റ വിത്ത് ഡിസ്പ്ലേസ്മെന്റ്. അതിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനുമായിട്ട് ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഇക്വേഷന്റെ കൂടെ നമുക്ക് എഴുതേണ്ടി വരും. ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് നോക്കി, ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ, ഇതാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ, ഇത് തമ്മിലൊരു ആംഗിൾ തീറ്റ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ആ തീറ്റ കൊണ്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറി? W is equal to Fs cos theta. W is equal to Fs cos theta. ഇവിടെ നോക്കുക, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ പ്രത്യേകിച്ച് ആംഗിൾ രണ്ടും പാരലൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഫോഴ്സും ഡിസ്പ്ലേസും തമ്മിൽ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? വർക്ക് ഡൺ W is equal to Fs cos theta. ഇനി ഇവിടെ എഴുതിയിരിക്കുന്നത് F into S എന്നല്ല, ദാറ്റ് ഈസ് F dot S എന്നാണ്. കാരണം നമ്മള് പിന്നെ വെക്ടർ പ്രൊഡക്റ്റ്, സ്കേലാർ പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കി ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. അതായത് എ ഡോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB cos theta എന്നാണ് റിസൾട്ട്. നമ്മൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പൊ ഇവിടെ എ ഡോട്ട് ബി എന്ന് പറഞ്ഞ രീതിയിലാണ്, അതായത് AB cos theta എന്ന് പറയുന്ന രീതിയിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഷോർട്ട് ആയിട്ട് എങ്ങനെ എഴുതി? എ ഡോട്ട് ബി, അതായത് Fs cos theta is equal to F dot S. ഇത് ഡോട്ട് അല്ല, ഇവിടെ ഇൻറ്റു ആണ്. അപ്പൊ ഇനി നമ്മൾ നമ്മുടെ ഡെഫിനിഷനിലേക്ക് ഒന്ന് പോയാൽ നമുക്ക് കിട്ടും ഈ പിന്നെ F cos theta ഇൻറ്റു എസിനെയാണ്, അതായത് F cos theta ഇൻറ്റു എസിനെയാണ് നമ്മൾ എങ്ങനെ എഴുതിയത്? Fs cos theta എന്ന് എഴുതിയിരിക്കുന്നത്. F cos theta into S എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെഫിനിഷനായിട്ട് വെച്ച് നോക്കിയിട്ട് വാട്ട് ഈസ് വർക്ക് ഡൺ? ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് കമ്പോണന്റ്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലുള്ള ഫോഴ്സ് കമ്പോണന്റ് ആണ് F cos theta ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദിസ് ഒബ്ജക്ട്. എന്തുമാത്രം ഡിസ്പ്ലേസ്മെന്റ് നടന്നിട്ടുണ്ട്? S. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു F cos theta into S. നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. F into S cos theta, that is F dot S. ഇതാണ് നമുക്ക് വർക്ക് ഡൺ എന്ന് പറയുന്നത്. നോർമലി നമ്മൾ വർക്ക് ഡൺ, വാട്ട് ഈസ് ദ വർക്ക് ഡൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും F into S, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റും വർക്ക് ഡണും തമ്മിൽ, ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും തമ്മിൽ ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ഓർത്തിരിക്കുക. നിങ്ങൾ, ഞാൻ ആ വണ്ടിയുടെ കാര്യം പറഞ്ഞ് ഓർത്താച്ചാൽ മതി. നമ്മൾ ആ വണ്ടി വലിക്കുന്നത്, വള്ളി നമ്മൾ കെട്ടിവെച്ചിരിക്കുന്നത് ഇതാ ഇങ്ങനെ ഇരിക്കും, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഗ്രൗണ്ടിലൂടെയാണ് ആ കാർ നീങ്ങുന്നത്. അപ്പൊ ആ പിന്നെ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്ന ഹൊറിസോണ്ടൽ ആയിട്ടാണ്. ആ ഡയറക്ഷനും ഫോഴ്സിന്റെ ഡയറക്ഷനും തമ്മിൽ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതണം? W is equal to F cos theta into S or F dot S. ഇനി നമ്മൾ പഠിച്ചായിരുന്നു, അല്ല നിങ്ങൾക്കറിയാം, വെക്ടർ ക്വാണ്ടിറ്റി, സ്കേലാർ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റികളാണ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും കൂടെ ചേർന്നിട്ടാണ് വർക്ക് ഡൺ ഉണ്ടാകുന്നത്. പക്ഷേ വർക്ക് ഡൺ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ചിലപ്പം MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചിലപ്പം ചോദിക്കാവുന്നതാണ്. ഓർത്തോണം, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ബട്ട് വർക്ക് ഡൺ എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇനി നമുക്ക് ഇതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാന്ന് പറഞ്ഞു. ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, നമുക്ക് ഇതിനെ മെഷർ ചെയ്യാൻ സാധിക്കാൻ. വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്? ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഇപ്പോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്കറിയാം. യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇൻറ്റു യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. സോ യൂണിറ്റ് ഓഫ് വർക്ക് ഡൺ ഈസ് ന്യൂട്ടൺ മീറ്റർ. ഈ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ജൂൾ, JUL, ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ബഹുമാനാർത്ഥം
ഇട്ടിരിക്കുന്നതാണ്. അതിനെ നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ജെ എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചാണ്. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ എന്താണ്, വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ, വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ്, സ്കേലാർ ആണ് വെക്ടർ ആണ് എന്നുള്ള ചില കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജൂൾ എന്ന് പറയുന്നതാണ് എന്ന് വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് എന്തുമാത്രം എനർജി ഉണ്ടോ അതിന് തുല്യമായ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. ഇനി ഇവിടെ നമ്മൾ കണ്ടെത്തി വർക്ക് ഡൺ എൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എനർജി ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏത് എനർജി എടുത്ത് നോക്കിയാലും അതിൻ്റെയൊക്കെ യൂണിറ്റ് എന്ത് തന്നെയാണ്, ജൂള് തന്നെയായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ വർക്ക് ഡണ്ണിൻ്റെ ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ടും യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് ഡൺ ആണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ വർക്ക് ഡൺ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് ഡണ്ണിനെ കുറിച്ചാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നോക്കി, പോസിറ്റീവ് വർക്ക് ഡൺ. വർക്ക് ഡൺ പോസിറ്റീവാണ്. എങ്ങനെയാണ്? ഇഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ പാരലൽ. നമ്മൾ വണ്ടി ഓടിക്കുമ്പം ആക്സിലറേറ്റർ കൊടുക്കുമ്പം വണ്ടി മൂവ് ചെയ്യുക, മുന്നോട്ടേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ എന്നാൽ മുന്നോട്ടേക്ക് മൂവ് ചെയ്യാൻ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ കൊടുക്കുന്ന ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പാരലൽ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പോസിറ്റീവ് വർക്ക് ഡൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതിയാൽ മതി? അപ്ലൈഡ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പാരലൽ എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ ഒരു ആംഗിൾ ഉണ്ടാകുന്നില്ല. ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് സീറോ. therefore W നമ്മുടെ ഇക്വേഷൻ എന്താണ്? FS cos θ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. FS cos θ എന്ന് പറഞ്ഞാൽ തീറ്റയുടെ വാല്യൂ 0 കൊടുക്കുക. cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ F into S എന്ന് കിട്ടും. W is equal F into X. That is positive work done. That is maximum work done is there. അപ്പോൾ എന്താണ് പോസിറ്റീവ് വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പാരലാണ്. അവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ്. Then negative work done. Negative work done means angle between applied force and displacement is 180. അപ്പോൾ പിന്നെ ഫോഴ്സ് ദാ ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്നു. ഇവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. നമ്മുടെ ഇക്വേഷൻ കൊടുത്തു നോക്കാം. W is equal to F into S cos θ. തീറ്റ അവിടെ 180 ആണ്. cos 180. cos 180യുടെ വാല്യൂ -1 ആണ്. അതുകൊണ്ട് W is equal to minus F into S. That is negative work done. അപ്പോൾ പോസിറ്റീവ് വർക്ക് ഡൺ ആയി, നെഗറ്റീവ് വർക്ക്. Then zero work done. Zero work done. That is F and S are at 90 degree. ഫോഴ്സിന്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റും 90 ഡിഗ്രിയിലാണെങ്കിൽ അവിടെ നോ വർക്ക് ഡൺ. നോക്കിയേ, കോസ് 90, തീറ്റയുടെ വാല്യൂ 90 ആണ്. കോസ് 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുകൊണ്ട് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. ഇത് എവിടെയാണ് സംഭവിക്കുക? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. നമ്മളൊരിക്കലും ഒരു ഫോഴ്സ് ഇങ്ങനെ താഴോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൈഡിലേക്ക് ഒരിക്കലും എന്താണ് ആ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവില്ല. ഫോഴ്സ് എങ്ങോട്ട് കൊടുക്കുന്ന ആ ഡയറക്ഷനിൽ മാത്രമേ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മൾ തലയിൽ ഒരു വലിയ കല്ലും ചുമന്നുകൊണ്ട് നടക്കാമെന്ന് വിചാരിക്കും. പെട്ടി ചുമന്നുകൊണ്ട് നടക്കുക. പെട്ടിയുടെ വെയിറ്റ് ആണല്ലോ താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അല്ലേ? W is equal to mg നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടി താഴേക്ക് കൊടുക്കുന്ന ഫോഴ്സ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്. നമ്മൾ ചുമന്നുകൊണ്ട് പോകുമ്പോൾ അതിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് പിന്നെ ഈ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് 90 ഡിഗ്രി ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ മുകളിൽ താഴേക്ക് പെട്ടി ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുന്നു, പക്ഷെ മൂവ്മെന്റ് ഇങ്ങനെയാണ്, അല്ലേ? തല ചുമന്നുകൊണ്ട് പോകുമ്പോൾ ആ തല വെച്ചിരിക്കുന്ന ഭാരം താഴേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത്, പക്ഷെ താഴേക്ക് പോരുന്നുണ്ടോ? ഇല്ല. അതിന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമന്നുകൊണ്ട് പോകുമ്പോൾ നടക്കുന്ന ഗ്രൗണ്ടിന് ഹൊറിസോണ്ടൽ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫോഴ്സ് താഴേക്ക് വരുന്നു, ആ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത് 90 ഡിഗ്രിയിലാണ്. അങ്ങനെ ഒരു വർക്ക് ഡൺ ആണ് നടക്കുന്നതെങ്കിൽ അവിടെ ആംഗിൾ 90 ആണ്, കോസ് 90 0 ആണ്. അതുകൊണ്ട് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 3 തരത്തിൽ വർക്ക് ഡൺ ഉണ്ട്. പോസിറ്റീവ് വർക്ക് ഡൺ, നെഗറ്റീവ് വർക്ക് ഡൺ ആൻഡ് 0 വർക്ക് ഡൺ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അപ്പോൾ ഈ ഒരു വർക്ക് ഡണ്ണിന്റെ കേസിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലങ്ങളും കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് വരാം. നന്നായിട്ട് പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഇപ്പം നിങ്ങൾക്ക് കാണാവുന്ന രീതിയിലാണ് ഞാൻ
കുറച്ച് എക്സ്പ്ലെയിൻഡ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് വേണമെങ്കിൽ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങളതൊന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്ക് ഡൺ പഠിച്ചു, വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ് പഠിച്ചു. ഇനി മറ്റൊരു കാര്യം, സാധാരണ എല്ലാ ചാപ്റ്റേഴ്സിനകത്തും നമ്മൾ പലതരത്തിലുള്ള ഇക്വേഷൻസ് പഠിക്കാറുണ്ട്. ഈ ഇക്വേഷൻസ് എല്ലാം നമുക്ക് കിട്ടുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതായത് പല ഫിസിക്കൽ ക്വാണ്ടിറ്റികളും കൂടെ ചേർത്ത് വെച്ച് ആണ് നമുക്ക് ഇക്വേഷൻസ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പഠിച്ച പല ഇക്വേഷൻസ് ഉണ്ട്. എഫ് ഈസിക്കൽ എം എ എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഇപ്പോൾ പഠിച്ച ഡബ്ല്യു വർക്ക് ഡൺ ഈസിക്കൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന മറ്റൊരു ഇക്വേഷനാണ്. അതുപോലെ നമ്മൾ മൊമെന്റം പി ഈസിക്കൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഈ ഇക്വേഷൻസിനകത്തൊക്കെ നമ്മൾ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുതിയ ക്വാണ്ടിറ്റികൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നാണ് പറയുന്നത്. ചില ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ചില ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ കൊണ്ട് നമ്മൾ വേറെ ക്വാണ്ടിറ്റികൾ ഉണ്ടാക്കുകയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. സാധാരണ ചോദിച്ചിട്ടുള്ളതാണ് ഡയമെൻഷൻ ഫോർമുല ഓഫ് വർക്ക് ഡൺ. എന്താണ് ഡയമെൻഷണൽ ഫോർമുല? ഇപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഇക്വേഷൻ പറയുമ്പോൾ അതിനകത്ത് മാസ് ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്, അല്ലേ? മാസും ആക്സിലറേഷനും കൂടെ ചേർന്നിട്ടാണ് എഫ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നത്. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഏരിയയുടെ ഇക്വേഷൻ. എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ് ഏരിയയുടെ ഇക്വേഷൻ പറയുന്നത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് അളക്കുന്നത് ലെങ്ത് തന്നെ, അല്ലേ? എല്ല് തന്നെയാണ്. ഉദാഹരണം നമ്മൾ മീറ്റർ ആണെന്ന് വിചാരിക്കുക. ബ്രെഡ്ത്ത് എന്ന് പറയുന്നതും എൽ, ലെങ്ത് തന്നെയാണ്. അപ്പോൾ എൽ ഇൻറ്റു എൽ, എൽ എന്ന് പറയുമ്പോൾ എൽ സ്ക്വയർ ആണ്. അപ്പോൾ എൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ എൽ 2 തവണയാണ്. അപ്പോൾ എൽ 2 ടൈംസ് എന്നാണ് അതിൻ്റെ അർത്ഥം, എൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എൽ റേസ് ടു 2 എന്ന് എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ ലെങ്ത് 2 തവണ മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ടാണ് നമുക്ക് എൽ സ്ക്വയർ കിട്ടുന്നത്. അപ്പോൾ അന്നേരമാണ് നമുക്ക് ഏരിയ എന്ന് പറയുന്ന ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടുന്നത്. അപ്പോൾ എല്ലാ ഇക്വേഷൻസിനകത്തും അങ്ങനെയാണ്. ചില ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റികൾ, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റികൾ കിടപ്പുണ്ട്. അവയുടെ ഡയമെൻഷൻ ചിലപ്പോൾ റേസ് ടു 1 വരാം, ചിലപ്പം സ്ക്വയർ വരാം, ക്യൂബ് വരാം. അങ്ങനെ പല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഉദാഹരണത്തിന് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് mv² ആണ്. മാസ് ഉണ്ട്, വി 2 ടൈംസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്കും നമുക്ക് എന്തുണ്ട്? ഡയമെൻഷണൽ ഫോർമുല ഉണ്ട്. അപ്പോൾ ഇവിടെ ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ വേണ്ടി ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ എഴുതണമെന്നുള്ളത് വരുന്ന ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അത് മിസ് ചെയ്യാൻ നിങ്ങൾ കാണണം. അപ്പോൾ ഇവിടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ദെൻ മാസ്, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എ ആണ്. മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. മാസിന്റെ ഡയമെൻഷൻ നമ്മൾ എപ്പോഴും ഡയമെൻഷണൽ ഫോർമുല പറയുമ്പം നമ്മൾ ആ ബേസിക് ക്വാണ്ടിറ്റിയെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാണ് പറയുന്നത്. ഇപ്പം മാസ്, ദെൻ ആക്സിലറേഷൻ. ആക്സിലറേഷന് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എൽ ടി റേസ് ടു -2 ആണ്. ഇപ്പം നിങ്ങളിത് ഇങ്ങനെ പഠിക്കുക. ആ നെക്സ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് പിടി കിട്ടുന്നതായിരിക്കും. ദെൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. ദെൻ ഇപ്പോൾ നമ്മൾ ഈ ഓരോന്നിനെയും സ്ക്വയർ ബ്രാക്കറ്റ് അങ്ങ് മാറ്റിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. ഇവിടെ എൽ ഇൻറ്റു എൽ, എൽ സ്ക്വയർ, എം എൽ സ്ക്വയർ ടി റേസ് ടു -2. അപ്പോൾ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഇത് സാധാരണ MCQ ചോദിക്കാറുണ്ട്. ദെൻ എന്താണ് 5 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ക്വസ്റ്റിനകത്ത് ആ ക്വസ്റ്റിൻ്റെ ബ്രാഞ്ചിനകത്ത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇനി വർക്ക് ഡൺ അല്ലെ എനർജി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള എനർജി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പെട്ടെന്നൊരു കാര്യം പറയാൻ വേണ്ടി എനർജിയെ കുറിച്ച് നമ്മൾ കൂടുതൽ പിന്നെ പറയുന്നുണ്ട്. ഇലക്ട്രിക്കൽ എനർജി നമ്മൾ സാധാരണ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അത് നമ്മൾ പറയുന്ന കിലോ വാട്ട് അവർ, അതാണ് അതിൻ്റെ യൂണിറ്റ് പറയുന്നത്. അപ്പോൾ 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ, കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ നമുക്കത് എനർജി ആണോ ഇല്ലെന്ന് അറിയത്തില്ല. ഇപ്പം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ നമുക്ക് കിട്ടുന്നത് ജൂളിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് അത് എനർജിയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ അവിടെ വേണേൽ ജൂൾ ഉപയോഗിക്കാം. പക്ഷേ ഇലക്ട്രിസിറ്റി അതിൻ്റെ കൊമേഴ്സ്യൽ യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് കിലോ വാട്ട് അവർ ആണ്. അപ്പോൾ 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എത്ര ജൂളിന് തുല്യമാണ് എന്ന് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 1 കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ 3.6 × 10⁶ ജൂളാണ്. അപ്പോൾ ഇത് ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ വേണ്ടി ഞാൻ പറഞ്ഞു അടുത്തൊരു വീഡിയോയ്ക്കകത്ത് ഞാനത് വിശദമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. കാരണം നമുക്കിനി മുന്നോട്ട് വരുന്ന
ഒട്ടുമിക്ക ഇക്വേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമ്മളൊന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ വർക്ക് ഡണ്ണിൻ്റെ കാര്യമാണ് പറഞ്ഞത്. വർക്ക് ഡണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഇവിടെ നോക്കി. A force of 6 Newton applied on an object at an angle of 60 degree with the horizontal. Calculate the work done in moving an object by 2 meters. തന്നിരിക്കുന്നത് നമുക്ക് എഴുതാം F is equal to 6 Newton. ഇനി an object at an angle of 60 degree with the horizontal എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുക എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ സർഫസ്. നമ്മൾ ഫോഴ്സ് ഇതേ കൊടുത്തിരിക്കുന്നത് 60 ഡിഗ്രി ആംഗിളാണ് ഫോഴ്സ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫോഴ്സ് വെക്ടർ ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഇതാ ഇങ്ങനെ, ഇതാണ് ആംഗിൾ. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് വർക്ക് ഡൺ ഇൻ മൂവിങ് ആൻ ഒബ്ജക്ട് ബൈ 2 മീറ്റർ. 2 മീറ്റർ അതിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ എന്തുമാത്രം വർക്ക് ചെയ്യേണ്ടി വരും എന്നാ ചോദ്യം. നമുക്കതിനകത്ത് കൂടുതൽ ആലോചിക്കാനുള്ള കാര്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, 60 ഡിഗ്രി എന്ന് എഴുതാം. തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ദെൻ നമ്മുടെ ഇക്വേഷൻ എന്താണ്? നേരത്തെ പറഞ്ഞ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ W ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. ഇവിടെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്, എന്താണ്, തീറ്റ തന്നിട്ടുണ്ട്. അപ്പൊ ആ തീറ്റ ഉൾപ്പെട്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു FS cos തീറ്റ എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F ഈസ് ഈക്വൽ ടു 6 Newton ഇൻറ്റു S എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ഇൻറ്റു കോസ് തീറ്റ. തീറ്റയുടെ ആംഗിൾ cos 60. ഇതിനെന്ത് ചെയ്യും? cos 60. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾക്കകത്ത് വരുമ്പോഴത്തേക്കും ചില വാല്യൂസ്, അതായത് കോസ് 0 1 ആണ്, കോസ് 90 0 ആണ്, അങ്ങനെയൊക്കെയുള്ള ചില വാല്യൂസ് നമ്മളൊന്ന് പഠിച്ചു വെക്കണം. കാരണം അങ്ങനെയുള്ള ഒത്തിരി നമുക്ക് പഠിക്കാൻ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് സാധാരണ ചോദിക്കാറില്ല. അപ്പൊ ഇവിടെ കോസ് 60യുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 2 ഇൻറ്റു 1/2. ഈ 2 ഇൻറ്റു ക്യാൻസൽ ആയി പോയി. ദെൻ 6 ജൂൾ. നമുക്കവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട് 6 ജൂൾ. ഓക്കെ, ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്. വർക്ക് ഡണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഓക്കെ.